പറ്റുന്നില്ല. എന്നാലേ നീ ഇങ്ങോട്ട് വന്നടി. എടോ വാക്കര പിള്ളേ, അധികം കടുപ്പത്തിൽ ചായ കുടിച്ചാലേ ചങ്ക് വാടി പോകും, പറഞ്ഞേക്കാം. എന്താടാ ഭാസ്കര, പതിവില്ലാതെ ഒരു ചായ കൂടി? അയ്യോ, ദാസപ്പൻ ചേട്ടന്റെ ഭാഗ്യം എനിക്കുണ്ടോ? ചായയുടെ വില കൊടുത്ത് ചാരായം കുടിക്കാനൊക്കെ. ദാസപ്പൻ ചേട്ടൻ അങ്ങോട്ട് കയറിയിരി. ശേഖരമുള്ള നിൽക്കുമ്പം ഞാൻ കയറി ഇരിക്കുന്നത് ശരിയാണോ തങ്കമ്മേ? ചേരമുള്ള ചേട്ടന്റെ കസേരയിൽ ആർക്ക് കയറി ഇരിക്കാം. മതിയേ. അപ്പൊ പിന്നെ ഞാൻ ഇവിടെ നിന്നാ പറ്റിയില്ല. ഞാൻ പോയി പശുവിനെ കറച്ചും പിന്നെ വരാം. ദാസപ്പൻ ചേട്ടന് കുടിക്കാൻ ചായയോ കാപ്പിയോ? ചായയും കാപ്പിയും കുടിക്കാൻ തങ്കമ്മക്കന്റെ കടയിൽ തന്നെ വരണോ? തങ്കമ്മേ, എന്താടാ ചാത്ത, കാപ്പി കുടിക്കുമ്പോഴും തലയെക്കെട്ടും തൊപ്പിയും ഒക്കെ തലയിൽ തന്നെ വേണോ? തലയെക്കെട്ടും തൊപ്പിയൊക്കെ എന്റെ തലയിലല്ലേ ഇരിക്കുന്നേ. എടാ, സോഷ്യലിസം ഒക്കെ പത്രത്തിലേ വന്നിട്ടുള്ളൂ, ഇനി നാട്ടിലോട്ടൊന്നും വന്നിട്ടില്ല കേട്ടോ. ഇദ്ദേഹം വന്ന കാര്യം സാധിച്ചിട്ട് അങ്ങ് പോയാട്ടെ. അതെടുക്ക്, എടുത്തു കൊടുക്ക്. എടുക്കാൻ. രാമു ദാസപ്പന്റെ കൈയുടെ ചൂട് ശരിക്കും അറിഞ്ഞിട്ടില്ല. പോട്ടെ കുഞ്ഞ്, ഇത് ഞാൻ എടുക്കടാ. മര്യാദയ്ക്ക് പറയുന്നതനുസരിച്ച്. നീ ആരാടാ എന്നെ അനുസരിപ്പിക്കാൻ? നീ കുറെ നാളായി ഈ നാട്ടിലെ പാവങ്ങളെ വിരട്ടി കഴിയുന്നു. എടാ, എടുത്തു കൊടുക്കാൻ. നീ അങ്ങോട്ട് എടുത്തു കൊടുക്ക്. എടുത്തു കൊടുക്കടാ. ഇവിടെ ആരുമില്ലേ? എന്താ പതിവില്ലാതെ? വാസന്റെ സ്ഥിരം ഭക്താണല്ലോ. അങ്ങനെയൊന്നുമില്ല, ഇന്നെനിക്ക് ഈ തിങ്കളാഴ്ച തീർത്തവാ. തിങ്കളാഴ്ച വ്രതം നല്ലതാ, വേഗം വിവാഹം നടക്കും. വിവാഹം താമസിച്ച് നടന്നാലും മതി, ഭർത്താവ് നല്ലവനായിരിക്കണം. വാസന്തി, നമ്മുടെ പഞ്ചായത്ത് ഓഫീസിൽ എനിക്ക് ജോലി കിട്ടി. BSc പാസ്സായി നിനക്ക് പെട്ടെന്ന് ജോലി കിട്ടി. MA പാസ്സായി നിന്റെ ചേട്ടൻ ഇപ്പോഴും കലപ്പയും കാളയുമായി നടക്കുന്നു. രാമു ചേട്ടനെ ഈ സർക്കാർ ഉദ്യോഗത്തിലൊന്നും വലിയ താല്പര്യമില്ല. ഏതായാലും നീ രക്ഷപ്പെട്ടല്ലോ. വാസന്തിയുടെ അച്ഛൻ സഹായിച്ചത് കൊണ്ടാണ് എനിക്ക് ജോലി കിട്ടിയത്. അപ്പോഴേ ആദ്യത്തെ ശമ്പളം വാങ്ങിച്ചതും എന്നെ പ്രത്യേകമായി ഒന്ന് കണ്ടേക്കണം കേട്ടോ. എപ്പോഴാ ജോലിയിൽ ജോയിൻ ചെയ്യുന്നത്? പിന്നെ ഞാൻ തൊഴുതിട്ട് വരട്ടെ, നാളെ കാണാം. ഇത്തവണത്തെ വൈക്കോല് പോലും കൊണ്ടുപോയി. നെല്ലിനോ വിലയില്ല, പിന്നെ വൈക്കോല് കിട്ടിയിട്ട് എന്നാ കാര്യം? ഇനിയുള്ള കാലം കൃഷിപ്പണി കൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ല ചാത്ത. എന്നിട്ട് നമ്മുടെ രാമുക്കുഞ്ഞ് പറയണത് കൃഷിപ്പണി സർക്കാർ ഉദ്യോഗത്തെക്കാളും നല്ലതാണെന്നല്ലേ? MA ജയിച്ചവൻ കൂലിക്കാരെ പോലെ വയലിൽ കിടന്ന് ജോലി ചെയ്യുന്ന കണ്ടിട്ട് എനിക്ക് തൊലി പൊള്ളിയുന്നു. കാണുന്നവരെല്ലാം അത് തന്നെയാ പറയണത്. ഇവൻ ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? എവിടെങ്കിലും ഒന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗം കിട്ടത്തില്ലായിരുന്നു. ആ തല വിയർപ്പ് ഒഴുകുന്നു, ഇനി രാത്രി ചുമച്ചിട്ട് ഉറങ്ങണ്ട. മൂത്ത മെമ്പറാൻ അങ്ങ് കയറിയാട്ടെ, ഇനി ഇത്രയല്ലേ ഉള്ളൂ, അത് ചാത്തം വലിച്ചു കൂട്ടിക്കോളാം. ബാക്കിയുള്ളത് അവിടെ കിടക്കട്ടെ, രാമു വന്നിട്ട് വലിച്ചു കൂട്ടും. എടി, അവനിങ്ങനെ വൈക്കോലും വാരിക്കൂട്ടി നിലോ ഉള്ളിൽ നടക്കുന്നതല്ലയോ നിനക്ക് നിർത്തി. ഞാൻ എന്തോ വേണമെന്നായി പറയുന്നത്? എടി, അവന്റെ കൂടെ പഠിച്ചവന്മാരെല്ലാം വലിയ ഉദ്യോഗസ്ഥന്മാരായിട്ട് സർക്കാർ ശമ്പളം മേടിച്ച് അന്തസ്സായിട്ട് കഴിയുന്നു. ആ കായ മടി വെക്കാം, കമുകായാലോ. രാമുക്കുഞ്ഞൊരു പ്രത്യേക പോക്കാ. ദേ ശാന്തി വരുന്നു. ഇന്നെന്താ കുഞ്ഞിന്റെ പിറന്നാളായിരിക്കും?
അല്ല ചാത്ത, അവൾക്കൊരു ജോലി കിട്ടി. നമ്മുടെ പഞ്ചായത്ത് ഓഫീസിലാ. എന്റെ പരദൈവങ്ങളെ, കുഞ്ഞിനെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗം കിട്ടിയല്ലോ. അതാ രാമു വരുന്നല്ലോ. ഒരു വലിയ സർക്കാർ ഉദ്യോഗസ്ഥനാകേണ്ടവൻ വരുന്ന വരവ് കണ്ടു. എല്ലാരും സർക്കാർ ജോലിക്ക് പോയാലേ ഈ നാടെങ്ങനെ നന്നാവും? കൃഷിപ്പണി ആര് ചെയ്യും? അവൻ അവന്റെ വയലിലല്ലേ ജോലി ചെയ്യുന്നത്, അല്ലാതെ മറ്റുള്ളവരെ പോലെ ചിന്താബാദ് വിളിക്കാനും ചൂത് കളിക്കാനും അല്ലല്ലോ പോയത്. നീ പോയോ? എവൾ ഒരുത്തിയാണ് അവനെ ഈ നിലയിലാക്കിയത്. ദേഷ്യപ്പെടേണ്ട, ആ കമ്പനി വരണം, ഞങ്ങൾ ചിക്കിക്കോളാം. അതെ, വരണം. സ്ഥലം ഉയർത്താൻ ചോമിക്കും. ഞാനോ? ഞാൻ ചുമയ്ക്കും ജോലി. ഞാൻ ഇങ്ങോട്ട് ജോലി ചെയ്തിട്ട് ചുമ- അയ്യോ, എന്റെ കാലേ. അമ്മ കരയാതെ അമ്മുമ്മ. അയ്യോ, എന്റെ കാല് കുത്തി വലിക്കുന്നേ. അച്ഛൻ വരുമ്പോ വേറെ മരുന്ന് വാങ്ങിക്കൊണ്ട് വരും. അമ്മ കരയാതെ അമ്മുമ്മ. നീ എന്താ മക്കളെ? ഞാൻ പോയി നോക്കിയിട്ട് വരാം. അയ്യോ, എന്താ മോളെ? എന്റെ കൈ വലിയ കൈ പൊള്ളിയോ? സാരമില്ല, ഇതാ മോക്ക് മിഠായി. ചത്തവളങ്ങ് പോയി. ഈ കുഞ്ഞിനെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്താതെ എവിടെങ്കിലും ചെന്നൊരു സംബന്ധം ചെയ്യുമോ? എനിക്കിനി അങ്ങനെ ഒരു ബന്ധം വേണ്ടെന്ന്. വല്ല വിധവും എന്റെ മോളെ വളർത്തിയെടുക്കണം. എടാ, ഞാനോ തളർവാദം പിടിച്ച് കിടപ്പായി. കളിച്ചു വളരേണ്ട ഈ പിഞ്ചു കുഞ്ഞ് എന്റെ മുമ്പിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് കാണാൻ എനിക്ക് വയ്യ മോനെ. നാളെ മുതൽ ഇവിടെ ഒന്നും വെക്കണ്ട, നമുക്ക് ഊണ് ഹോട്ടലിൽ നടക്കും. എന്നാലും നിനക്കൊരു സംബന്ധം ചെയ്തുകൂടാ. അച്ഛമാര് ചപ്പവരൊക്കെ സന്യസിക്കാന്നോടാ പതിവ്. അമ്മേ, ആ, ഞാനൊന്നും പറയുന്നില്ല, നിന്റെ ഇഷ്ടം പോലൊക്കെ ചെയ്യും. കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഞാൻ തന്നെയാണ്. പറഞ്ഞിട്ടെന്താ കാര്യം? പഞ്ചായത്ത് പ്രസിഡന്റ് അഴിമതിക്കാരനാണെന്നും ഈ പഞ്ചായത്ത് മുടിക്കുകയാണെന്നുമാണ് ആ രാമു പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. നിങ്ങൾക്ക് രാമുവിനോട് വ്യക്തിപരമായ വിരോധമുണ്ടെങ്കിൽ അതിന് എന്റെ അച്ഛനെ ആയുധമാക്കരുത്. അതല്ല മോളെ, അങ്ങനെയുള്ള ഒരുത്തന്റെ സഹോദരിയെ പഞ്ചായത്ത് ഓഫീസിൽ ഉദ്യോഗത്തിന് നിയമിക്കണമായിരുന്നോ എന്നാണ് ദാസപ്പൻ ചോദിച്ചു വരുന്നത്. ശാന്തി എന്റെ കൂട്ടുകാരിയാണ് അച്ഛാ. ഇതൊക്കെ സർപ്പസന്തതികളാണ്. വാസന്തിയുടെ ശുദ്ധഗതി കൊണ്ട് പറയുന്നതാണ്. നിങ്ങളുടെ ശുദ്ധഗതിയൊക്കെ എനിക്കറിയാം. നീ ദാസപ്പനോട് പരിഭവിക്കുന്ന എന്തിനാ? ആ രാമു നമ്മുടെ ശത്രു തന്നെയാ. അതിന് ശാന്തി എന്ത് പിഴച്ചു വെച്ചാ? ഏതായാലും അവർക്ക് ജോലി കൊടുത്തില്ലേ, അതുപോലെ. ഇതാ മാ മരുന്ന്. ആ, അല്ല, ശേഷകാരി ഇന്ന് അമ്പലത്തിൽ പോയില്ലേ? ഇല്ല, നിനക്കിന്ന് കോളേജിൽ പോകണ്ടേ? സമയമായി വരുന്നോ? ആ, ചെല്ല, വേഗം ചെല്ല. വരുമോ?